ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. രഹസ്യമായി ഫോൺ സൂക്ഷിച്ചതിന് 14-കാരിയുടെ മുഖത്തടിച്ച് ഉസ്താദ്. 11 മാസം പ്രായമുള്ള ദത്തുപുത്രനെ കൊലപ്പെടുത്തി കൗമാരക്കാരിയുടെ പ്രതികാരം. രഹസ്യമായി 11-കാരി ഫോൺ സൂക്ഷിച്ച കാര്യം ഉസ്താദ് വീട്ടിൽ അറിയിച്ചതിനു പിന്നാലെ വീട്ടുകാരും കൗമാരക്കാരിയെ മർദ്ദിച്ചിരുന്നു. മദ്രസയിൽ വെച്ച് രഹസ്യമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് ഉസ്താദ് മുഖത്തടിച്ചു. ഉസ്താദ് ദത്തെടുത്ത 11 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്ന് 14-കാരി. ഉത്തർപ്രദേശിലെ ബാഗ്പതിലെ തണ്ടയിലെ ദാരുൽ ഉലൂം മുസാഫരിയ ലിൻ ബനാത്ത് മദ്രസയിലാണ് സംഭവം. 1 മാസം മുൻപാണ് 14-കാരിയെ മദ്രസയിൽ വിലക്കുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഉപയോഗത്തിന് പിടികൂടുന്നത്. അന്ന് ഉസ്താദും ഭാര്യയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വഴക്ക് പറയുകയും 14-കാരിയെ ഉസ്താദ് മുഖത്തടിക്കുകയും ചെയ്തിരുന്നു. ഇതിലെ പക മനസ്സിൽ സൂക്ഷിച്ചിരുന്ന കൗമാരക്കാരി ശനിയാഴ്ച രാത്രിയിൽ മറ്റുള്ളവർ ഉറങ്ങിയ ശേഷം 11 മാസം പ്രായമുള്ള ഉസ്താദിന്റെ ദത്തുപുത്രനെ തുണികൾ കൊണ്ട് പൊതിഞ്ഞു മൂടി കിടക്കയ്ക്ക് അടിയിൽ വെച്ച ശേഷം പുതപ്പുകൊണ്ട് മൂടിയിടുകയായിരുന്നു. കുട്ടിയെ അടുത്ത ദിവസം ശ്വാസം മുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുട്ടിയുടെ മൃതദേഹം ലഭിച്ച മുറി 14-കാരി നിരവധി തവണ സന്ദർശിക്കുന്നതായി CCTV ദൃശ്യങ്ങൾ ലഭിച്ചതോടെയാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം കൗമാരക്കാരിയുടെ നേർക്കായത്. പോലീസുകാർ ചോദ്യം ചെയ്തപ്പോഴാണ് ഉസ്താദും ഭാര്യയും തന്നെ മർദ്ദിച്ച കാര്യം 14-കാരി വെളിപ്പെടുത്തുന്നത്. രഹസ്യമായി 14-കാരി ഫോൺ സൂക്ഷിച്ച കാര്യം ഉസ്താദ് വീട്ടിലറിയിച്ചതിന് പിന്നാലെ വീട്ടുകാരും കൗമാരക്കാരിയെ മർദ്ദിച്ചിരുന്നു. സംഭവത്തിൽ 11 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണകാരണം വ്യക്തമാകാൻ പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി. 14-കാരിയെ പോലീസ് ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സംഭവത്തിൽ ചപ്രൌളി പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. മറ്റൊരു സംഭവത്തിൽ ഉത്തർപ്രദേശിലെ ബാഗ്പതിൽ 11 മാസം പ്രായമുള്ള കുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിച്ച 15-കാരൻ പിടിയിലായി. അയൽവാസിയായ 15-കാരൻ പിഞ്ചുകുഞ്ഞിനെ പീഡിപ്പിച്ചത്. അയൽവാസിയുടെ മകൻ സാധാരണ മകളെ ലാളിക്കാറുള്ളതിൽ വീട്ടുകാർക്ക് സംശയമൊന്നും തോന്നിയിരുന്നില്ല. എന്നാൽ അല്പനേരത്തിനുള്ളിൽ കുഞ്ഞ് ബഹളം വെച്ച് കരയുന്നത് ശ്രദ്ധയിൽപ്പെട്ട വീട്ടുകാർ അയൽവാസിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് 15-കാരൻ പിഞ്ചുകുഞ്ഞിനോട് ലൈംഗികാതിക്രമം കാണിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. മാതാപിതാക്കൾ ബഹളം വെച്ചതോടെ മറ്റു അയൽവാസികൾ ഓടിയെത്തുകയും 15-കാരനെ പിടിച്ചു വയ്ക്കുകയുമായിരുന്നു. നാട്ടുകാരാണ് 15-കാരനെ പോലീസിന് കൈമാറിയത്.